എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരുവിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകളിലെ ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് പുറത്തുവിട്ടു. അതിൻ്റെ റിസൾട്ട് അങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് പരിശോധിക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കേരള യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകളുടെ ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങളുമായി യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോവുകയാണ്. അന്നേരമാണ് ഡിഗ്രിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഡയറക്റ്റ് ഗൂഗിളിലോ ക്രോമിലോ കയറി കേരള യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുക. തുറന്ന് വരുന്ന പേജിൽ നിങ്ങൾക്ക് UG PG അഡ്മിഷൻസ് അപ്ലൈ ആവുന്ന ഒരു ഓപ്ഷൻ കാണാൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ പേജിലേക്ക് തന്നെ കടക്കാം. അഡ്മിഷൻ പേജിൽ നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ FYUGP ക്ലിക്ക് ചെയ്യാറുന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ വിൻഡോയിലേക്കായിരിക്കും പോകുന്നത്. അവിടെ നിങ്ങൾക്ക് യൂസർ ഐ ഡിയും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യാനുള്ള ഒരു വിൻഡോ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക. കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു. യു ഹാവ് നോ അലോട്ട്മെന്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് ആയതുകൊണ്ടും ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളായതുകൊണ്ടും നിങ്ങൾ മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾ മാൻഡറ്ററി ഫീ അടച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് കൺഫേം ചെയ്യണം. മാൻഡറ്ററി ഫീ അടച്ച ശേഷം നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് കൺഫേം ചെയ്യണം. അത് 1000-നടുത്ത് രൂപയായിരിക്കും മാൻഡറ്ററി ഫീ വരിക. ആ മാൻഡറ്ററി ഫീ നിങ്ങൾ അടയ്ക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ലഭിച്ച സീറ്റ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുക. രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ അഡ്മിഷനായിട്ട് കോളേജിൽ ഹാജരാകേണ്ടി വരും. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മാൻഡറ്ററി ഫീ അടച്ച് നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് കൺഫേം ചെയ്യുക. നിങ്ങളിപ്പോൾ ലഭിച്ച സീറ്റിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയേണ്ടതാണ്. ഇനി ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ സംതൃപ്തരല്ല എങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്തി വെക്കാം. അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മാറി ലഭിക്കുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിങ്ങൾ മാൻഡറ്ററി ഫീ അടച്ചാൽ മാത്രമേ നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് കൺഫേം ചെയ്ത് വെക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുക. അന്നേരമായിരിക്കും യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന ഡേറ്റിൽ നിങ്ങൾ കോളേജിൽ ഹാജരാകേണ്ടി വരിക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് ക്രൈ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.